ഹലോ, നിങ്ങളുടെ 20s-ലോ 30s-ലാണോ ഈ വീഡിയോ കാണുന്നത്? ഹലോ ഗൈസ്, ഞാൻ ആൻസി. ഇന്നത്തെ എന്റെ വീഡിയോ കുറച്ച് റിയലിസ്റ്റിക് ആൻഡ് ഇമോഷണൽ ആണെന്നൊക്കെ പറയാം. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? പക്ഷെ എന്താണ് റിയൽ ആയിട്ട് നടക്കുന്നത്? നമ്മളിപ്പോ നമ്മുടെ സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു, ചിലരെങ്കിലും ഇപ്പം കോളേജ് കാലഘട്ടത്തിലും ആയിരിക്കാം. പക്ഷെ നമ്മളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജോബ് കിട്ടിയോ, മാരേജ് ആയോ, സേവിങ്സ് വല്ലതും ഉണ്ടോ, ഇങ്ങനെ തുടങ്ങി നമുക്ക് പ്രഷർ തരുന്ന ഒരു കൂട്ടം ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരും അല്ലെ? ഇതിൽ നിന്നൊക്കെ ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ തുറന്നാൽ നമ്മൾ എന്താണ് കാണുന്നത്? അവിടെയും ഇതൊക്കെ തന്നെ അവസ്ഥ. എല്ലാവരും കരിയറിൽ സക്സസ് ആവുന്നതും അബ്രോഡ് പോകുന്നതും ലൈഫ് സെറ്റ് ആക്കുന്നതും ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് വീണ്ടും ഡൗൺ ആവും. ഈ സമയം ഓവർ തിങ്കിങ് എന്ന വില്ലൻ നമ്മുടെ ലൈഫിലേക്ക് വരും. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് എന്റെ കരിയർ മാത്രം സെറ്റ് ആവാത്തത്, എനിക്ക് മാത്രം ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാത്തത് എന്താ? ഇങ്ങനെയൊക്കെ വെറുതെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കരിയർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എഫർട്ട് ഇടുന്നുണ്ടോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നില്ല. പകരം നമ്മളിവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വീട്ടിലോ റൂമിലോ എവിടെയെങ്കിലും ഇരുന്ന് ഫോൺ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ഇതെല്ലാം കണ്ട് ഓവർ തിങ്ക് ചെയ്ത് ഡിപ്രഷൻ അടിച്ച് എവിടെയെങ്കിലും ഓരോരുത്തിരിക്കുക അല്ലേ? ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. കൺഫ്യൂഷൻ, കമ്പാരിസൺ, ഫിയർ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, ഞാൻ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെയൊക്കെ ചുമ്മാ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, നമ്മളെല്ലാവരും ഡിഫറെന്റ് ടൈം ലൈനിലുള്ളവരാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ കഴിവുകളുണ്ട്. സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെട്ടെന്നുള്ള റേസ് അല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു പേഴ്സണൽ ജേണിയാണ്. നമ്മളെല്ലാവരും ഇപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോണിലാണുള്ളത് അല്ലേ? ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് എന്ന് നമ്മൾ പുറത്തെത്തുന്നുവോ അന്നോട്ട് നമ്മൾ സക്സസ് എന്ന ജേണിയിലേക്ക് പോവുകയാണ്. അതിന് ഫസ്റ്റ് വേണ്ടത് സെൽഫ് ഡൗട്ട് കുറയ്ക്കുക എന്നാണ്. നമ്മളെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ നമ്മളെ വിശ്വസിക്കുക അല്ലേ? പെർഫെക്റ്റ് ആവണമെന്നില്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റന്റ് ആയിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മാക്സിമം എഫർട്ട് ഇടുക, സക്സസ് നമ്മുടെ പുറകെ വന്നോളും. If you are feeling lost, trust me guys, you are not alone. Stay happy and trust yourself. If you want more real talks, please like, share and subscribe. Bye bye.